ഇത്തവണത്തെ തൃശ്ശൂർ പുലിക്കളിയുടെ പ്രത്യേകത 9 ടീമുകളിലേക്ക് പുലിക്കളി വർദ്ധിച്ചു. നേരത്തെ നമ്മളൊരു ഘട്ടത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, 5 ടീമൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പുലിക്കളി അന്യം നിന്ന് പോകുമ്പോൾ ആളുകൾ പേടിച്ചിട്ടുണ്ട്. പക്ഷെ പേടിക്കണ്ട, നമ്മൾ കണ്ടല്ലോ ഒരു കൂളിംഗ് ഗ്ലാസ് പുലി അവിടെ പണി തുടങ്ങി. അപ്പോൾ ചെറുപ്പക്കാർ വരുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. നേരത്തെ ചാത്തുകുട്ടി പുലിയൊക്കെ ഉള്ള സമയത്ത് 41 ദിവസം വ്രതമെടുക്കും ഈ പുലിക്കളിക്ക്. അന്ന് കല്ലും മണ്ണൊക്കെ നിറഞ്ഞ ഭൂമിയിൽ കാൽപാദങ്ങളിൽ ചെരുപ്പില്ലാതെ പുലി നടന്നു പോകും. ഇപ്പോൾ കുറച്ചുകൂടി തല മുതൽ കാല് വരെ പുലിക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഷൂസൊക്കെ വന്നു തുടങ്ങി. പുലിപ്പാതകം വന്നു. പുലി വാലും കൊണ്ട് യാത്ര തുടങ്ങി. പുലിയെ കാണാനുള്ള യാത്രക്കിടയിൽ എയുടെ പാട്ട് വന്നു. ഇങ്ങനെ വൈവിധ്യവൽക്കരണം ഉണ്ട്. അപ്പോൾ ആ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഇടയിലും അതിമനോഹരമായിട്ട് മുന്നോട്ട് പോകാവുന്ന പുലിക്കളിയുടെ ആചാരങ്ങൾ കൃത്യമായി തുടരുന്നുണ്ട്. സാധാരണ പുലി വരുന്നേ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പേടിച്ചോടുകയാണ്. പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് പുലി വരാണ്ട് പറ്റിക്കുകയും പുലി വന്നപ്പോൾ പേടിക്കുകയും ചെയ്ത കഥകളൊക്കെയാണ് പണ്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് പുലിയെ കാത്തിരിക്കുകയാണ്. ഒരു നഗരം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എപ്പോൾ വരും ചോദിച്ചിട്ട് കാത്തിരിക്കുകയാണ്.